സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ മറ്റൊന്നുമല്ല, അറിഞ്ഞു കാണുമല്ലോ, കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് ഹിയർ വി ഗോ, ഫബ്രീസ് റൊമാനോ പറഞ്ഞിട്ടുണ്ട്. സോ ഒഫീഷ്യൽ അനൗൺസ്മെന്റും മറ്റുമൊക്കെ നെക്സ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേ ബി ഈ വീക്ക് ഏതൊരു ദിവസം. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വെനസ്ഡേ ആവും എന്ന് പറയുന്നു, ചിലർ ട്യൂസ്ഡേ ആവും എന്ന് പറയുന്നു, ചിലപ്പം ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് എന്ന് പറയുന്നവരുണ്ട്. മൺഡേ പ്രതീക്ഷിക്കേണ്ട, ഏത് ട്യൂസ്ഡേ വെനസ്ഡേ പ്രതീക്ഷിക്കാമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഫബ്രീസിയോ എന്ന് വരെയാണ് കോൺട്രാക്ട് എന്നുള്ള ഡീറ്റെയിൽസും മറ്റൊന്നും പുറത്തു വിട്ടിട്ടില്ല. സോ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2022 എംബാപ്പെ വളരെ ക്ലോസ് ആയിരുന്നല്ലോ ഇവിടെ ചേരാനായിട്ട്. റയൽ മാഡ്രിഡ് ഒരു ഓഫർ ചെയ്യുന്നായിരുന്നല്ലോ ചേരാനായിട്ട്. പക്ഷെ അന്ന് എംബാപ്പയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡ് വിട്ട ഓഫർ ചെയ്ത സാലറിയേക്കാളും കുറവ് സാലറിയിലാണ് കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡ് വരിക. സോ നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റയൽ എംബാപ്പേനെ വേണം എന്നതിനേക്കാൾ ഉപരി എംബാപ്പയ്ക്ക് റയൽ മാഡ്രിഡിനെ വേണമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ സാലറി കട്ടുമൊക്കെ എടുത്ത് വലിയൊരു സാലറി, അതായത് ഇപ്പം പുള്ളി PSG ലാൻഡ് ചെയ്തതിൻ്റെ പകുതി പോലും കാണത്തില്ല. പക്ഷെ കൂടാതെ മറ്റൊരു കാര്യം, അന്ന് റയൽ ഓഫർ ചെയ്തതിനേക്കാളും കുറവ് സാലറി ഓഫർ ചെയ്തിട്ടുള്ളൂ. സോ എംബാപ്പയ്ക്ക് ഈ മൂവ്, റയലിനേക്കാളും കൂടുതൽ എംബാപ്പയ്ക്ക് ഈ മൂവ് വേണമെന്നുള്ള രീതിയിലാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. സോ റയൽ മാഡ്രിഡ് ഫാൻസ് ഹാപ്പി അല്ലേ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫോർ റയൽ മാഡ്രിഡ് എന്നാന്ന് വെച്ചാൽ ലൂക്ക മോഡ്രിച്ച് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഹിയർ വി ഗോ ഫബ്രീസിയോ പറഞ്ഞിട്ടുണ്ട്. സോ ആൾക്ക് 2 വമ്പൻ പ്രൊപ്പോസൽസ്, ഒന്ന് സൗദിയിൽ നിന്നും ഒന്ന് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, സൗദിയിൽ നിന്ന് വമ്പനായിട്ടുള്ളൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നെന്നും ഒന്ന് വേറെ ഏതോ യൂറോപ്യൻ ക്ലബ്ബിൽ നിന്നും ഒരു നല്ല പ്രപ്പോസൽ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. ഫബ്രീസിയോ പറയുന്നത് 2 ഹ്യൂജ് പ്രപ്പോസൽസ് റിജക്ട് ചെയ്തുകൊണ്ടാണ് ആൾ റയൽ മാഡ്രിഡിൽ നിൽക്കുന്നത്. സോ റയൽ മാഡ്രിഡിൽ വെച്ച് തന്നെ റിട്ടയർ ചെയ്യണമെന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം മോഡ്രിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സോ ആള് പ്രോബബ്ലി 1 more ഇയർ റയൽ മാഡ്രിഡിൽ നിൽക്കും. ആ കാര്യം സോർട്ടഡ് ഔട്ട് ആണ്. സോ ഇപ്പോഴുള്ളതിനേക്കാളും മേ ബി റിഡക്ഷൻ ഇൻ വേജ് ആൾ എടുക്കുമെന്നാണ് പറയുന്നത്. മണി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ ലൂക്ക മോഡ്രിച്ച് എന്നാണ് ഫ്ലോറന്റീനോ പെറസ് വാക്കാനി പറഞ്ഞു. ഇപ്പം ഫബ്രീസിയോ ആ കാര്യം ഏറ്റെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആൾ മേ ബി ഇപ്പോൾ ഉള്ളതിനേക്കാളും ചെറിയൊരു വേജ് കട്ട് മേ ബി എടുത്തെന്ന് വരാം. സോ 1 more സീസൺ ലൂക്ക മോഡ്രിച്ചിന്റെ മാജിക്ക് നമുക്കാണെങ്കിൽ റയൽ മാഡ്രിഡിൽ കാണാനായിട്ട് സാധിക്കും. സോ ഫോർ റയൽ മാഡ്രിഡ് 2 സൈനികൾ, ടോണി ക്രൂസ് പോവുകയാണ്, നാച്ചോ പോവുകയാണ്. പക്ഷേ കിലിയൻ എംബാപ്പെ കൺഫേം ആയിരിക്കുകയാണ്. ആൻഡ് ലൂക്കോ മോഡ്രിച്ച് 1 more ഇയർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അൽഫോൺസോ ഡേവിസ് ഡീൽ, ലെനിയോറോ ഡീലുകളിലും മറ്റുമൊക്കെ റയൽ മാഡ്രിഡ് ഇനിയും വർക്ക് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കിമിച്ചുമായിട്ടുള്ള ലിങ്ക്സ് കാണുന്നുണ്ട്. അത് ഫേക്ക് ആണെന്നാണ് നമുക്ക് നോക്കുന്നത്തോളം മനസ്സിലാകുന്നത്. അത് ചുമ്മാ ന്യൂസ് അടിച്ച് തരാനായിട്ട് ഇത് എന്താണെന്ന് തോന്നുന്നു. സോ കിമിച്ചിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് FC ബാർസലോണയാണ്. റയൽ മാഡ്രിഡ് അധികം ഇൻട്രസ്റ്റ് അല്ല എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഫേക്ക് റൂമേഴ്സ് ആണെന്ന് തോന്നുന്നു കിമിച്ച് ലിങ്ക്സ് ടു റയൽ മാഡ്രിഡ്. സോ ലെനിയോറോ ആൻഡ് അൽഫോൺസോ ഡേവിസ് ഈ 2 ഡീലിൽ റയൽ മാഡ്രിഡ് ഇൻട്രസ്റ്റഡ് ആണ്. അത് അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ മാൻ യുണൈറ്റഡിന്റെ ഇതിലോട്ട് നോക്കുവാണെങ്കിൽ മാൻ യുണൈറ്റഡ് കുഡൂസിലും കുൻഹയിലും ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്കറിയാം വൂൾസിന്റെ ബ്രസീലിയൻ സെന്റർ ഫോർവേഡ് ആണ് മത്തയോസ് കുൻഹ. സോ ആൾക്ക് വേണ്ടി 60 million pounds ആണ് വൂൾസ് ഡിമാൻഡ് ചെയ്യുന്നത് കേൾക്കുന്നു. 32 കളിയിൽ നിന്ന് 12 ഗോളും 7 അസിസ്റ്റും ആണ് ആൾക്ക് പ്രീമിയർ ലീഗ് ഈ സീസൺ ഉള്ളത്. സോ പ്രൊളിഫിക് സ്ട്രൈക്കർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നല്ല സ്കില്ലുള്ള പ്ലെയർ ആണ്, നല്ലപോലെ തന്നെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് അധികം ഇല്ലാത്തൊരു സ്ട്രൈക്കറാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ 60 million euros അല്ല പൗണ്ട്സ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നതാണ് കേൾക്കുന്ന റൂമേഴ്സ്. ശരിയാണോ എന്ന് അറിയത്തില്ല, അത്രയാണ് അവർ ഡിമാൻഡ്. പക്ഷേ വരുന്ന റൂമറുകൾ പ്രകാരം 60 million pounds ആണ് വൂൾസിന്റെ ഡിമാൻഡ് എന്ന് കേൾക്കുന്നു. സോ 60 million pounds, ഓൾമോസ്റ്റ് 70 million euros വേണ്ടി കുൻഹയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ദാറ്റ്സ് എ റിയലി ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നും. എനിക്ക് തോന്നുന്നില്ല മാൻ യുണൈറ്റഡ് അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. മേ ബി ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് എനിത്തിങ് ബിലോ 40 million euros എല്ലാം കിട്ടുവാണെങ്കിൽ യുണൈറ്റഡ് എടുക്കുമായിരിക്കും. അല്ലാതെ 60 million to 70 million euros ഒക്കെ 60 million pounds ആണ് റിപ്പോർട്ട്. സോ നമ്മൾ ഊഹിക്കുവാണെങ്കിൽ ഒരു 70 million euros അറൗണ്ട് ഒക്കെ പുള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അവിടെ നിന്ന് നേരെ കേൾക്കുന്ന കുഡൂസ് ലിങ്ക്സും കാണുന്നുണ്ട്. സോ കുഡൂസിനെ നമുക്കറിയാം വെസ്റ്റ് ഹാം പ്രോബബ്ലി ഒരു നല്ല എമൗണ്ട് കിട്ടുവാണെങ്കിൽ അഥവാ കുഡൂസ് മേ ബി ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. സോ ഡേവിഡ് ഓൺസ്റ്റീൻ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി ലിവർപൂൾ മൈറ്റ് ബി വർക്കിംഗ് ഓൺ ദാറ്റ് ഡീൽ എന്നുള്ള രീതിയിൽ. സോ ആൾ പറഞ്ഞത് ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഐ വിൽ ബി റിയലി സർപ്രൈസ് ഇഫ് ലിവർപൂൾ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കുഡൂസ് എന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ ചുമ്മാ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു. സോ ഇപ്പോൾ യുണൈറ്റഡുമായിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്. പക്ഷേ ലിവർപൂൾ കുഡൂസ് ഡീലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ അലൻ വരയിലെയും റിപ്പോർട്ടുകളും കാണുന്നുണ്ട് ലിവർപൂളായിട്ട് ലിങ്ക് ചെയ്ത്. പക്ഷേ ഇപ്പം കുഡൂസിന് വേണ്ടി യുണൈറ്റഡ് നീങ്ങുന്നു എന്ന് പറഞ്ഞ വാർത്തകളാണ് വരുന്നത്. 1 of the റീസൺസ് ഒലീസ് ആയിരുന്നു അവരുടെ ഹ്യൂജ് ടാർഗറ്റ്, പ്രോബബ്ലി അവരുടെ ഒരു മാർക്കറ്റ് ടാർഗറ്റ് എന്ന് പറയായിരുന്നു ഈ സീസണിൽ. പക്ഷേ ചെൽസി ഒലീസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. സോ കുഡൂസിലോട്ട് യുണൈറ്റഡ് മേ ബി ഇൻട്രസ്റ്റ് മാറ്റിയേക്കാം. കുഡൂസ് ഡീലിലോട്ട് ഡിസ്കഷനിൽ യുണൈറ്റഡ് എൻട്രി ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ന്യൂസുകൾ വരുന്നത്.
ആൻഡ് ഡിസ്കഷൻസ് തുടങ്ങിയെന്നും പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ കുൻഹ ആൻഡ് കുഡൂസ് ഈ രണ്ട് ഡീല് യുണൈറ്റഡ് മേ ബി വർക്കിംഗ് ഓൺ എന്നാണ് കേൾക്കുന്നത്. സോ ഇത് രണ്ടും നടക്കുമെന്നല്ല, ബട്ട് യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഒലീസ് ഡീല് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ ഒലീസ് കൂടുതലും ചെൽസിയിലോട്ട് അടുക്കുന്നു എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. അതുപോലെ നേരെ നമ്മൾ ഗുറാസിയുടെ കാര്യമാണ് പറയാനായിട്ടുള്ളത്. സോ നമുക്കറിയാം ഗുറാസി സ്റ്റുട്ട്ഗാർഡിന്റെ സെൻട്രൽ ഫോർവേഡ്, 28 വയസ്സുകാരൻ. ഈ സീസൺ 28 ഗോളും ഉണ്ട് 28 കളിയിൽ നിന്ന് ബുണ്ടസ് ലീഗ. അന്യായ ഒരു സീസണാണ്. നമുക്കറിയാം ആൾക്കൊരു 17.5 മില്യന്റെ റിലീസ് ക്ലോസ് ഉണ്ട്, വിറ്റ് ക്യാൻ ബി ട്രിഗർഡ് ഈ സമ്മറിൽ. അത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ട്രിഗർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനും ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഈസ് വർക്കിംഗ് ഓൺ ദാറ്റ് എന്നും പറഞ്ഞ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗുറാസി ടു ബൊറൂസിയ ഡോർട്ട്മുണ്ട് നടക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ്, ബട്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് ഫാസ്റ്റ്ലി ആക്ട് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. സോ ഒരു പ്രൊളിഫിക് ആയ ഒരു സ്ട്രൈക്കറാണ്. ഗുറാസിക്ക് പ്രീമിയർ ലീഗ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ബൊറൂസിയ ഡോർട്ട്മുണ്ടിലോട്ട് കൂടുതൽ അടുക്കുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇതൊക്കെയാണ് കേൾക്കുന്ന റൂമറുകൾ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസിന് ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഉടനെ തന്നെ എംബാപ്പെ ഹിയർ വി ഗോ ആൻഡ് ലൂക്ക മോഡ്രിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോസിറ്റീവ് വാർത്ത വന്നിരിക്കുകയാണ്. മാൻ യുണൈറ്റഡ് ലിങ്ക്സ്. സോ ചെൽസി ടോസിൻ അഡബയോറിനെ സൈൻ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അതിലോട്ട് കൂടുതൽ കടക്കുന്നില്ല. ഫുള്ളാമിന്റെ സെന്റർ ബാക്ക് ഫ്രീ ഏജന്റ് ആയിട്ട്. സോ അതും മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഡീലാണ്. അതാണ് ചെൽസി ഹൈജാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ചെൽസി എടുത്തുകൊണ്ട് പോയിരിക്കുന്ന മാൻ യുണൈറ്റഡ് ഇൻട്രസ്റ്റ് കാണിച്ചൊരു പ്ലെയർ ആയിരുന്നു. എന്ത് ചെയ്യാനാണ്, കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് പ്രീമിയർ ലീഗിൽ ഇപ്പം കേൾക്കുന്ന കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ. ഫോർ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു, 2 പുതിയ സൈനിങ് എന്ന രീതിയിൽ ലൂക്ക മോഡ്രിച്ചിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പല റയൽ മാഡ്രിഡ് ഫാൻസിന് ഒരു ആശ്വാസ വാർത്തയാണ്. ആൻഡ് എംബാപ്പെ ഈസ് കമ്മിങ്. എന്ത് ചെയ്യും, ബി റെഡി ഫോർ എംബാപ്പെ, റോഡ്രിഗോ ആൻഡ് വിനി ജൂനിയർ. റോഡ്രിഗോയുടെ കാര്യം പറഞ്ഞപ്പം റോഡ്രിഗോ വിൽ ബി സ്റ്റേയിങ് അറ്റ് റയൽ മാഡ്രിഡ് നെക്സ്റ്റ് സീസൺ. ഒരു മാറ്റവും ഇല്ല. മാൻ സിറ്റി ലിങ്ക്സ് എല്ലാം ഇപ്പം കറന്റ് ഫേക്ക് ആണ്. മേ ബി അടുത്ത ഫ്യൂച്ചറിൽ നമുക്കറിയത്തില്ല, പക്ഷേ നെക്സ്റ്റ് 2024-25 സീസണിൽ റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ തന്നെ കളിക്കും. ഡിസിഷൻ ഈസ് മെയ്ഡ്. റോഡ്രിഗോ ഇസ് നോട്ട് അവൈലബിൾ ഫോർ സെയിൽ. അത് കഴിഞ്ഞുള്ള ഫ്യൂച്ചറിൽ കാര്യം അറിയത്തില്ല, ബട്ട് നെക്സ്റ്റ് സീസൺ റോഡ്രിഗോ, എംബാപ്പെ ആൻഡ് വിനി ജൂനിയർ വെച്ച് തന്നെയാണ് റയൽ മാഡ്രിഡ് മുന്നോട്ട് പോവുക. പിന്നെ യൊസലുവിൻ്റെ ഒരു കാര്യമാണ് മനക്കാം. യൊസലുവിന് 1.5 മില്യൺ ബൈ ഓപ്ഷൻ റയൽ മാഡ്രിഡിന്റെ കയ്യിലുണ്ട്. സോ റയൽ മാഡ്രിഡ് അത് ട്രിഗർ ചെയ്യുമെന്നാണ് ഇപ്പം കേൾക്കുന്ന സ്ട്രോങ് റൂമേഴ്സ്. പക്ഷെ അതൊന്നും കൺഫേം ആയിട്ടില്ല. ആ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. നമുക്കറിയാം എസ്പാനിയോളിൽ നിന്ന് ലോൺ ഡീലിനാണ് ആളിവിടെ വന്നിരിക്കുന്നത്. ഇവൻ എസ്പാനിയോളിൽ പുള്ളി ഏൺ ചെയ്തതിനേക്കാൾ ഒരു വേജ് കട്ട് എടുത്താണ് റയലിന് വേണ്ടി കളിക്കുന്നത്. സോ അത്രയും കട്ട റയൽ മാഡ്രിഡ് ഫാനാണ്, നമുക്കറിയാലോ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. യോസലു ഈ സീസൺ വളരെ ക്ലിനിക്കലായിരുന്നു. ബയൺ മ്യൂണിക് മാച്ച് തന്നെ മതി യോസലുവിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അറിയാനായിട്ട്. സോ ഒരു 1.5 മില്യൺ യൂറോസിന്റെ ബൈ ഓപ്ഷൻ ഉണ്ട്. റയൽ മാഡ്രിഡ് അത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്, പക്ഷെ അത് ഒഫീഷ്യലി ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. സോ എന്താണ് യോസലുവിനെ കീപ്പ് ഓർ സെൽ, എന്താണ് നിങ്ങളുടെ കീപ്പ് ഓർ ലീവ്? സെല് ചെയ്യാൻ പറ്റത്തില്ല, കീപ്പ് ഓർ ലീവ്. യോസലുവിനെ പെർമനന്റ് ആക്കണോ അതോ യോസലുവിനെ തിരിച്ച് സ്പാനിലോട്ട് വിടണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക? സോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.